ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി അടുത്ത സീസണിൽ ക്ലബിനോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. പല മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഞ്ചലോട്ടിയുടെ സ്ഥാനം എപ്പോൾ തെറിക്കും എന്നുള്ളത് മാത്രമാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം. സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തത് കോപ്പ ഡെൽ റേ ഫൈനലിന് ശേഷം ആഞ്ചലോട്ടിയെ പുറത്താക്കും എന്നുള്ളതാണ്. പക്ഷേ പെരസ് ഇപ്പോഴും ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്ന് ചില മാധ്യമങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കാർലോ ആഞ്ചലോട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ആഞ്ചലോട്ടിയെ കൊണ്ടുവരാൻ തന്നെയാണ് CBF ശ്രമിക്കുന്നത്, ആഞ്ചലോട്ടിയിൽ തന്നെയാണ് ബ്രസീലിന് പ്രതീക്ഷകൾ ഉള്ളത് എന്നൊക്കെയാണ് ഗ്ലോബോ പുറത്തുവിട്ടിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ടിലെ പ്രസക്തമായ ഭാഗങ്ങൾ ഇങ്ങനെയാണ്: ആഞ്ചലോട്ടിയെ പരിശീലകനായി കൊണ്ട് നിയമിക്കാനാണ് ബ്രസീൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് CBF ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കീഴിൽ റയൽ ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തുന്നത്. പക്ഷേ CBF അദ്ദേഹത്തിൽ തന്നെയാണ് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത്. ബ്രസീലിന് അനുയോജ്യമായ ഏറ്റവും മികച്ച പരിശീലകൻ അത് ആഞ്ചലോട്ടി തന്നെയാണ് എന്നാണ് CBF ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇനി ആഞ്ചലോട്ടി ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോൾ വരും എന്നുള്ളത് റയലിന്റെ പ്രസിഡന്റായ പെരസിനെ ആശ്രയിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത്. എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ CBF പകരം പരിശീലകരായി കൊണ്ട് പരിഗണിക്കുന്നത് ജോർഹെ ജീസസ്, എയ്ബൽ ഫെരാര എന്നിവരെയാണ്. ഇതാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ആഞ്ചലോട്ടിയെ കൊണ്ടുവരാൻ തന്നെയാണ് CBF ശ്രമിക്കുന്നത്. അതിന് സാധിച്ചില്ലെങ്കിൽ ജോർഹെ ജീസസിനെയും എയ്ബൽ ഫെരേരയെയും ഈ ഒരു CBF ശ്രമിക്കും എന്നുള്ളതാണ്. ഏതായാലും ബ്രസീൽ നിലവിൽ ഒരു മുഖ്യ പരിശീലകൻ ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആഞ്ചലോട്ടിയെ നിയമിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.